തിരുവല്ലയിൽ വിദ്യാർത്ഥിനിയെ യുവാവ് നടു റോഡിൽ തീ കൊളുത്തി. വിവാഹാഭ്യർത്ഥന വീട്ടുകാർ നിഷേധിച്ചതിനെ തുടർന്നാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതെന്ന് അറിയുന്നു. ഷാനോസാണ് വിവരങ്ങളുമായി. ഷാനോസ്, എന്താണ് സംഭവിച്ചത്? ഗോപി, തിരുവല്ല ചിലങ്ക തിയേറ്റർ സമീപത്താണ് സംഭവം. ഒരു മണിക്കൂറിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ചിലങ്ക തിയേറ്റർ സമീപം തന്നെയുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞ സ്വകാര്യ സ്ഥാപനത്തിലെ BSc വിദ്യാർത്ഥിനിയാണ് അയിരൂർ സ്വദേശിനിയായ ഈ പെൺകുട്ടി. ഈ പെൺകുട്ടിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അയിരൂർ സ്വദേശിനിയെ പെൺകുട്ടിയെ ഗുരുതരാവസ്ഥയിൽ തൊട്ടടുത്തുള്ള തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കുമ്പനാട് സ്വദേശിയായ അജിൻ റജി മാത്യു എന്നയാളാണ് പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഇയാളെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നത് കണ്ട നാട്ടുകാർ ഓടിക്കൂടുകയും തുടർന്ന് ഇയാളെ പിടിച്ചു വെക്കുകയും ചെയ്തു. ഇയാളെ ഇപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് ഇയാളുടെ മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് തിരുവല്ല സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ നില 80% പൊള്ളലേറ്റ പെൺകുട്ടിയുടെ നില ഗുരുതരമാണെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇരുവരും ഒരു മണിക്കൂർ മുമ്പ് ഇരുവരെയും ഒരുമിച്ച് തിരുവല്ല ചിലങ്ക ജംഗ്ഷനിൽ കണ്ടവരുണ്ട്. ഇരുവരും 10 മിനിറ്റോളം അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ പ്രകോപിതനായ ഈ ചെറുപ്പക്കാരൻ ഈ യുവതിയുടെ നേർക്ക് പെട്രോൾ ഒഴിക്കുന്നതാണ് നാട്ടുകാർ കാണുന്നത്. തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടുകയുമായിരുന്നു. തുടർന്ന് ഇയാളെ പിടികൂടി ബന്ധനസ്ഥനാക്കിയ ശേഷമാണ് പോലീസിന് കൈമാറിയത്. എന്തായാലും പെൺകുട്ടിയുടെ സ്ഥിതി ഗുരുതരമാണെന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. 80% പൊള്ളലേറ്റിട്ടുണ്ട് ഈ പെൺകുട്ടിക്ക്. അയിരൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി. തിരുവല്ലയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ BSc വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി. അജിൻ റജി മാത്യു എന്നയാളാണ് ഈ പ്രതി. ഇയാൾ തിരുവല്ല കുമ്പനാട് സ്വദേശിയാണ്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഗുരുതരമായ പൊള്ളലേറ്റ പെൺകുട്ടി ഇപ്പോഴും തിരുവല്ലയിലെ തന്നെ തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രതിയെ തിരുവല്ല സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. ഗോപി, ഷാനോസാണ് വിവരങ്ങൾ നൽകിയത്.